നമസ്കാരം. ഞാൻ ഈ കാണിച്ചേക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ? സമൂഹത്തിൽ നിലയിലും വിലയിലും ജീവിക്കുന്ന ഒരു പണക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. എല്ലാ രീതിയിലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. AK ഫൈസൽ എന്നാണ് ആ വ്യക്തിയുടെ പേര്. മലബാർ ഗോൾഡിന്റെ ഓണർമാരിൽ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ വീട് പണിഞ്ഞു. ആ വീട്ടിലേക്ക് ഒരുപാട് ഗസ്റ്റുകളെ വിളിച്ചു വരുത്തി. അപ്പോൾ വീട് പണിഞ്ഞതിനെക്കാട്ടിൽ ചെലവായി എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം നമ്മുടെ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും ഒക്കെയുള്ള ഒരുപാട് അതിഥികളെ പണം കൊടുത്ത് ആ ലക്ഷറിയസ് ആയിട്ടുള്ള വീട്ടിലേക്ക് അദ്ദേഹം ഗൃഹപ്രവേശ ചടങ്ങിൽ വിളിച്ചു വരുത്തി. അപ്പോൾ അതിൽ ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസും ഉണ്ടായിരുന്നു. കാരണം ബിഗ് ബോസിലൊക്കെ വന്ന് ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. ബിഗ് ബോസിൽ വന്ന് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെയും അതിഥികളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ അവിടെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് വിളിച്ചു വരുത്തി അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്. ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദിലയും നൂറയും ഞാൻ വിളിച്ചതല്ല, അവർ വലിഞ്ഞു കയറി വന്നതാണ്. സമൂഹത്തിൽ ഒരിക്കലും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ സ്വീകരിക്കുന്നതിലൂടെ ഞാൻ തെറ്റായ സന്ദേശമാണ് കൊടുത്തത് എന്ന് വളരെ ഹീനമായ രീതിയിൽ, മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഒരു വ്യക്തി, ആ വ്യക്തി ആര് തന്നെ ആയിക്കോട്ടെ, ഇപ്പം വലിയ എന്തെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണോ? ഒരിക്കലുമല്ല. ഈ കാര്യം പറയുന്നതിന് മുമ്പ് ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. താരങ്ങളാണ് ബിഗ് ബോസിന്റെ ഒന്നിങ്ങോട്ട് വെക്കിയ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അവർ വലിഞ്ഞു കയറി വന്നതാണെന്നുണ്ടെങ്കിൽ, ക്ഷണിക്കാതെ വന്നതാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആരും തന്നെ അവരെ മൈൻഡ് ചെയ്യത്തില്ല. അവർ വന്നപ്പോൾ തന്നെ അവരെ ക്ഷണിക്കുന്നു, സ്റ്റേജിലേക്ക് കയറ്റുന്നു, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, അദ്ദേഹം കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് കളിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഹുങ്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ വീട് വെക്കുന്നു. വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാരെ ക്ഷണിക്കുന്നു. അവിടെ വന്നിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും വെറുതെ വന്നതല്ല. അവരെയൊക്കെ കൃത്യമായിട്ട് ക്ഷണിച്ച് അവർക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് അവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടാകണം. അവരെയും വിളിച്ച് അവർക്കും പേയ്മെന്റ് കൊടുത്തത് പ്രകാരമായിരിക്കണം ആദിലെ നൂറ അവിടെ വന്നത്. ഇനി AK ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞിട്ടില്ല എന്നുള്ള വാദം കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം ആയിരിക്കത്തില്ല നേരിട്ട് അതിഥികളെയൊക്കെ തന്നെ ക്ഷണിച്ചത്. അദ്ദേഹത്തിന്റെ PA അല്ലെങ്കിൽ അദ്ദേഹം ഏർപ്പാടാക്കിയ ആരെങ്കിലും ആയിരിക്കാം അതിഥികളെ വിളിച്ചത്. എന്നാൽ പോലും അതിഥികളെ എല്ലാം വിളിച്ചതിന് ശേഷം ഇവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. വെറുതെ ഓണറിനെ അറിയിക്കാതെ ആൾക്കാർ PA ആണെങ്കിലും ആരും സ്വയം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യത്തില്ല. അതിഥികളെ വിളിച്ചതിന് ശേഷം വരുന്നവരാരാണ്, വരാത്തവരാരാണ് എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി ഉറപ്പായിട്ടും AK ഫൈസൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ കാണിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിട്ടായിരിക്കും ഇവരെ എല്ലാം വിളിച്ചത്. അപ്പോൾ ഇദ്ദേഹവും കൂടി അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം ഇവരെ വിളിച്ചത്. ഇനി അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ PAയോ അല്ലെങ്കിൽ ഇദ്ദേഹം ഏർപ്പാടാക്കിയ വ്യക്തികൾ ആരെങ്കിലും ആയിരിക്കണമല്ലോ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. വൃത്തികേടാണ്, ശുദ്ധ വൃത്തികേടാണ് കാണിച്ചത്. അത്യാവശ്യം നിലയിലും വിലയിലും ജീവിക്കുന്ന വ്യക്തിയാണ്, ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്, പണമുള്ള വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ പോലും ഇത്തരം ചിന്താഗതികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂക്കിൽ വിരൽ വെച്ച് പോകും. ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളുടെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ രീതികൾ, അവരുടെ ജെൻഡർ, അവരുടെ എന്താ പറയുന്നത് സെക്ഷുവാലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ പലർക്കും വിയോജിപ്പുണ്ടാകാം, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. എന്ന് വെച്ച് അവരെ ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവരെ അപമാനിക്കുക, അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ വിളിച്ചു വരുത്തി ഇവരോടൊപ്പമുള്ള ഫോട്ടോയും റീലും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു.
പോസ്റ്റ് ഇട്ടപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ കുറേ സദാചാരക്കാരുണ്ടല്ലോ. അങ്ങനെ കുറേ ആൾക്കാർ ഈ AK ഫൈസൽ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ ചെന്ന് കമന്റ് ഇട്ടു. കമന്റ് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റാണ്. എന്തിനാണ് ഇവളുമാരെ വിളിച്ചത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരെ എന്തിനാണ് നിങ്ങൾ വിളിച്ചത്? മതത്തിന്റെ പേരും കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ ഈ കമന്റുകളൊക്കെ വരുന്നത്. നമ്മുടെ മതവിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ്, മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ്, മതത്തെ എതിർത്തവരെ നിങ്ങൾ എന്തിനു വിളിച്ചു വരുത്തി എന്ന രീതിയിലുള്ള കമന്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഈ കമന്റുകൾ കണ്ടതോടെ പുള്ളിക്കാരൻ മറുകണ്ഠം ചാടി. കാരണം ഈ കമന്റുകൾ ഇട്ടവരെയൊക്കെ ഒന്ന് സുഖിപ്പിക്കണ്ടേ? ഇത്രയും ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞല്ലോ, അപ്പം നെഗറ്റീവ് പറഞ്ഞ സ്ഥിതിക്ക് അവരെ ഒന്ന് സുഖിപ്പിച്ചേക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് ശരിയായില്ല. കാരണം അദ്ദേഹം നല്ല പണക്കാരനാണ്. മലബാർ ഗോൾഡിൻ്റെ ഓണർമാരിൽ ഒരാളാണെന്ന് പറയുമ്പോൾ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും, പല ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും, പലരുമായിട്ടും ഇടപഴകിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനൊരു വ്യക്തിയാണ്. ലോകം കാണാത്ത വ്യക്തിയല്ല, പൊട്ടക്കണത്തിലെ തവളയല്ല. അദ്ദേഹം ലോകം മുഴുവൻ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ കേരളം മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും, പല വലിയ വലിയ നഗരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും, പല കൾച്ചർ പരിചയപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, അറിവും വിവരവും ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കും. പണം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് കുറച്ച് വിവരം വേണം. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരം വേണമെന്ന് പറയുന്നത് ഇതാണ്. വിദ്യാഭ്യാസവും പണവും സൗകര്യവും സാഹചര്യവും ഒക്കെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അതുണ്ടാവാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടാകാം. ആ ബഹുമാനിക്കുന്നവർ പോലും ഇപ്പം അദ്ദേഹത്തെ പുച്ഛത്തോടെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലേ? ശരിയായില്ല. അതിപ്പോൾ ആര് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അതിഥികളെ വിളിച്ചു വരുത്തുമ്പോൾ അവർ നമ്മൾ ദൈവങ്ങളാണ്. അതിഥി ദേവോ ഭവ എന്ന് കേട്ടിട്ടില്ലേ? അതിപ്പോൾ ആരായിക്കോട്ടെ, നമ്മൾ വിളിച്ചു വരുത്തിയിട്ടല്ലേ വന്നേ, അല്ലെങ്കിൽ അവർ വരത്തില്ല. ഇപ്പോൾ ആദിലയും നൂറയും എത്ര വലിയ ഗതികേടിലാണെങ്കിലും വിളിക്കാതെ ഒരു ചടങ്ങിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് ക്ഷണം കിട്ടിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ക്ഷണം കിട്ടിയിട്ടുണ്ടാകണം, അതിൻ്റെ പേയ്മെൻറ്റ് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാകണം. ഓരോ വ്യക്തികൾക്കും ഓരോ പേയ്മെൻ്റ് ആണല്ലോ. അവിടെ വന്നിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഫെയിം എത്രത്തോളമാണോ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകും. പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇവരെ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തിയത്. ആ ഗസ്റ്റുകളെല്ലാം അവിടെ വന്നത് പൈസ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തി അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചത് ശരിയായില്ല. അവരോട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ടാകും. അവരുടെ താല്പര്യങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. എനിക്ക് അവരുടെ താല്പര്യങ്ങളോട് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ബിഗ് ബോസിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ചിലപ്പോൾ വിയോജിപ്പുണ്ടാകാം, പക്ഷേ അവരുടെ സെക്ഷുവാലിറ്റിയിൽ എനിക്ക് വിയോജിപ്പൊന്നും തോന്നിയിട്ടില്ല. തോന്നുന്നവരുണ്ടാകാം. നമുക്ക് എല്ലാ ആൾക്കാരെയും നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല. അവർ അവരുടേതായിട്ടുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ. ആ ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അപ്പോൾ അവരോട് എതിരഭിപ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ശരിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്. മാപ്പ് പറയേണ്ട തെറ്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ്.